മനു ഭാക്കറിന്റെ മെഡൽ നേട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് പോകേണ്ടി വരും. 2020 ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് പോകേണ്ടി വരും. അന്ന് തോക്കിന്റെ പിഴവ് കാരണം ഫൈനലിൽ കടക്കാൻ കഴിയാതെ കണ്ണീരോടെ മടങ്ങിയ ഒരു ചരിത്രമുണ്ട് മനു ഭാക്കറിന്. ആ കണ്ണീർ ചരിത്രത്തിൽ നിന്നാണ് ഇന്നത്തെ ഈ നേട്ടത്തിലേക്ക് മനു ഭാക്കർ എന്ന ആ മിടുക്കി ചുവടുവെച്ച് വന്നത്. അതിനുമപ്പുറമുണ്ട് മനു ഭാക്കറിനെ കുറിച്ച് പറയാൻ ഒരുപാട്. 2018 16-ാം വയസ്സിൽ ലോക ചാമ്പ്യനായ താരം 19 അത് നിലനിർത്തുന്നു. പിന്നീട് യൂണിവേഴ്സിറ്റി ലോക ഗെയിംസിലടക്കം സ്വർണ്ണ മെഡൽ നേടിയ സ്വർണ്ണ താരം. ആ നേട്ടങ്ങളിൽ നിന്ന് മനുവിത ഒളിമ്പിക്സിന്റെ മെഡൽ വേദിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഷൂട്ടിങ്ങിൽ മനു ഭാക്കർ ഇന്ത്യയുടെ അക്കൗണ്ട് തുറന്നപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാത്തവരായി ആരുമുണ്ടാവില്ല ഇന്ത്യയിൽ. മനു മെഡൽ നേടിയതോടെ ടോക്കിയോയിൽ വീണ കണ്ണീരിനാണ് മറുപടിയായത്. മനു ഭാക്കർ ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുഴങ്ങിയ പേര് ഒരുപക്ഷെ ഇതാവും. ആരാണ് മനു ഭാക്കർ? മനു ഭാക്കറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം എത്തുന്ന ചിത്രം കണ്ണീരണിഞ്ഞ് റൈഫിൾ ലാൻഡ് വിട്ടുപോകുന്ന രംഗമാണ്. ആ കണ്ണീരാണ് തോക്കുകൊണ്ട് മനു ഇന്ന് പാരീസിൽ മറുപടി നൽകിയത്. 2002 ഹരിയാനയിലെ ഗോറിയയിൽ സമ്പന്ന കുടുംബത്തിൽ ജനനം. ചെറുപ്പം മുതൽ മാർഷൽ ആർട്സിനോട് വല്ലാത്ത കമ്പമായിരുന്നു മനുവിന്. ഷൂട്ടർക്ക് വേണ്ട അടിസ്ഥാന യോഗ്യതകളായ ഏകാഗ്രതയും ക്ഷമയും ഇതിലൂടെ മനുവിന് കൈവന്നു എന്ന് കരുതാം. ഇതുതന്നെയാണ് ടോക്കിയോയിൽ വീണ കണ്ണീർ പാരീസിലെത്തിയപ്പോൾ പുഞ്ചിരിയായി മാറിയതും. 2017 ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയപ്പോൾ മനുവിന് പ്രായം 15. 2017 നാഷണൽ ഗെയിംസിൽ 9 സ്വർണ്ണ മെഡലും നേടി. ബ്യൂണസ് ഐറിസിൽ നടന്ന യൂത്ത് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റണിൽ സ്വർണം നേടിയതാണ് കരിയറിലെ വഴിത്തിരിവ്. 16-ാം വയസ്സിൽ സ്വർണമണിഞ്ഞ മനു ലോകകപ്പിൽ അങ്ങനെ സ്വർണം നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരവുമായി. 2019 ISSF ലോകകപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൺ മിക്സഡ് ടീമിൽ ഇനത്തിൽ തങ്കത്തിളക്കം നേടിയാണ് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ താരം മത്സരിച്ചത്. എന്നാൽ നിരാശയായിരുന്നു ഫലം. തോക്ക് കേടായതുകൊണ്ടാണ് മനു മത്സരത്തിൽ നിന്ന് പുറത്തായത്. ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ വനിത എന്ന റെക്കോർഡ് സ്ഥാപിച്ചാണ് മനു ഇക്കുറി നാട്ടിലേക്ക് മടങ്ങുക. ഒളിമ്പിക്സ് ഡെസ്ക്, കൈരളി ന്യൂസ്.